അതായത് എനിക്ക് ഏറ്റവും അധികം ആത്മബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് റമീസ് സാറ്. അപ്പോ അദ്ദേഹം എന്നെ ഇത്രയധികം മനോഹരമായിട്ട് പരിചയപ്പെടുത്തി, അതിൽ ഒരുപാട് സന്തോഷം. എന്നാലും ഞാൻ എന്റെ പേര് ഒന്നുകൂടി പറയാം. എന്റെ പേര് ബിജേഷ് എന്നാണ്. ഞാനിവിടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി മള്ളത്തിരി എന്ന ഗ്രാമത്തിൽ നിന്ന് വരുന്നു. ഒരു എം.കോം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ടാക്സ് കൺസൾട്ടന്റ് ആയിട്ടും ഓഡിറ്റിംഗ് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എന്റെ പ്രൊഫഷൻ RCM ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം അതിലൂടെ എനിക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന് തിരിച്ചറിവ് എനിക്ക് കിട്ടിയ നിമിഷം മുതൽ ചെയ്തിരുന്ന ജോലി രാജിവെച്ചുകൊണ്ട് ഇന്ന് RCMനെ ഒരു പ്രൊഫഷനായിട്ട്, ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ ഞാൻ ഇന്ന് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ എല്ലാവരും റെഡിയാണ്. റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇടുക, ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട്. ഒരു 2-3 മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഒരു എനർജി ആവും. അതായത് സംഭാവനകൾ കൂടുമ്പോൾ പരിപാടി ഗംഭീരമാവും എന്ന് നോബൽ സാറൊക്കെ പറയുന്നത് പോലെ എനിക്ക് ഒരുപാട് എനർജി കൂടുതലായിട്ട് കിട്ടും. റമീസ് സാർ റെഡി അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. നാളെ എല്ലാവരും ടൈഗർ സന്തോഷ് നായരുടെ പ്രോഗ്രാം കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക അല്ലെ? അതിനു മുന്നേ ഇന്ന് കേൾക്കാൻ പോകുന്നത് ചെറിയ ഒരു ഗർജനമാണ്. ദ റോർ ഓഫ് എ ലയൺ. ഇത് ഞാൻ പറഞ്ഞപ്പോ ചില ആളുകളുടെ മുഖത്തെങ്കിലും ഒരു ചെറിയ ചിരി വന്നിട്ടുണ്ടാവും. എന്താണ് ഈ റോർ എന്ന്? ഞാനിത് പറയാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ നിങ്ങൾക്ക് തന്നത് ഒരു പ്രോമിസ് ആണ്. അതായത് ഇന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് ഏറ്റവും നല്ല ക്ലാസ് ആണെന്നുള്ള ഒരു പ്രോമിസ്. ഈ പ്രോമിസ് കീപ്പ് ചെയ്യുന്നതിലാണ് എന്റെ വിജയം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ എറണാകുളത്ത് വെച്ചിട്ട് എന്നെ കാണുന്ന ഓരോ വ്യക്തി എന്റെ അടുത്ത് ചോദിക്കും, ഇന്നലെ തുടക്കത്തില് സാറ് സിംഹത്തിന്റെ ഗർജനം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി, അവസാനം പൂച്ചയുടെ കരച്ചിൽ മാത്രമേ കേട്ടുള്ളൂ. അങ്ങനെ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എന്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിന്ന് ഒരു സിംഹത്തിന്റെ ഗർജനം കേൾക്കാൻ. ചെറിയ ഗർജനേ ഉള്ളൂ. പക്ഷെ അത് എത്രത്തോളം ആഴത്തിൽ എത്തിക്കാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിൽ എനിക്ക് എത്തിക്കണം എന്നുണ്ട്. അതിന് എനിക്ക് നിങ്ങളുടെ ഏവരുടെയും ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന ചില കാര്യങ്ങളിൽ കമന്റ്സ് അത് എനിക്കൊരു ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതാണ് എന്റെ സപ്പോർട്ട്. അപ്പോ നമുക്ക് തുടങ്ങാം അല്ലെ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കാണ് വാട്ട് ഈസ് യുവർ മിഷൻ ഇൻ 2K24, അഥവാ 2024 നിങ്ങളുടെ ദൗത്യം. നമുക്ക് ഒരു മിഷൻ 50K ഉണ്ടായിരുന്നു, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആരുടെ ആശയത്തിൽ നിന്ന് ഉദിച്ചതാണ്? ഡോക്ടർ രാജൻ സാറിന്റെ ആശയത്തിൽ നിന്ന് ഉദിച്ചതാണ് മിഷൻ 50K. അതുപോലെ ഒരു പുതുവർഷം പിറന്നപ്പോ ചാപ്രാജി നമുക്കൊരു മിഷൻ തന്നു, ഈ വർഷം ജോയിനിങ്ങിന്റെ വർഷമാക്കി മാറ്റണമെന്ന്. അതായത് ഈ വർഷം അവസാനിക്കുമ്പോൾ 2024 ജോയിനിങ് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളത് ചാപ്രാജിയുടെ വിഷൻ, അല്ലെങ്കിൽ അദ്ദേഹം തന്ന ദൗത്യം. ഇവര് രണ്ടുപേരും നമുക്ക് ഈ ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ദൗത്യം തന്നെയാണ് ഓഫ് കോഴ്സ്. പക്ഷേ നമ്മുടെ മിഷൻ എന്താണ്? നമുക്ക് അവര് തരുന്ന മിഷൻ അല്ലാതെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മിഷൻ എന്താണ്? നമ്മളുടെ മനസ്സിൽ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഗോള് അതെന്താണ്? അങ്ങനെ ഒരു മിഷൻ എത്ര പേർക്ക് ഇതിലുണ്ട്? ഉള്ളവരൊന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമ്മള് നേരത്തെ പറഞ്ഞു നിർത്തി മിഷൻ. നമ്മുടെ മിഷൻ, നമ്മൾ ഈ ഒരു വർഷം നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ മിഷൻ എന്താണ്? ഞാൻ ഇപ്പോ ഇവിടെ ഒരു സത്യം പറയാം. ശരിക്കും ഒരു 90 മുതൽ 95% ആളുകൾക്കും ഇന്ന് സ്വന്തമായിട്ട് ഒരു മിഷൻ ഇല്ലേ എന്നുള്ളതാണ് സത്യം. അതില് ഞാനും ഒരു 2 മാസം മുൻപ് വരെ ഞാനും ഉൾപ്പെട്ടിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും മറ്റുള്ളവരിൽ ഡിപ്പെൻഡഡ് ആണ്. അതായത് ഇപ്പോ രാജൻ സാറ് മിഷൻ 50K എന്നൊരാശയം കൊണ്ടുവന്നു. നമുക്കത് കേട്ടപ്പോ തോന്നി, ഇത് കൊള്ളാം, ഇങ്ങനെ ഇത്ര ആൾക്കാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയധികം ആളുകളെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര വരുമാനം കിട്ടും, അവർക്ക് ഇത്ര വരുമാനം കൊടുക്കാം. ഇത് രാജൻ സാറ് കൊണ്ടുവന്നു. നമ്മൾ എന്തുകൊണ്ടത് ചിന്തിക്കാത്തെ? നമുക്ക് മിഷൻ ഇല്ല, അതുപോലെ തന്നെ RCMന്റെ വിഷൻ കിട്ടിയിട്ടില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പലരും പറയാറുണ്ട് എനിക്ക് RCM ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ മടിയാണ്. ചിലര് പറയും എനിക്ക് RCM ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ പേടിയാണ്. ശരിക്കും ഈ മടിയും അതുപോലെ തന്നെ പേടിയും
ഈ രണ്ട് കാര്യങ്ങളും സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ എന്താ പറയാ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിക്കും ഉള്ള ഒരു കാര്യമല്ല. ഈ മടിയും പേടിയും നമ്മളൊരു എക്സ്ക്യൂസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വി ഡോണ്ട് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നമുക്ക് ആ കോൺഫിഡൻസ് ഇല്ല ഒരാളുടെ മുന്നിൽ ചെന്നിട്ട് ഈ ഒരു ബിസിനസിനെ പറ്റി പറയാനുള്ള കോൺഫിഡൻസ് നമുക്കില്ല. നമ്മളപ്പോഴും എന്താ നോക്കുക, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഇത് അടുത്ത് പോയി അവന്റെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്താ വിചാരിക്കുക, അവൻ എന്താ തോന്നുക, അവൻ ഇനി എന്നെ കളിയാക്കൂ, ഇനി ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയാൽ അവൻ ഇനി എന്റെ പ്രൊഡക്റ്റ് വാങ്ങില്ലേ. ഇങ്ങനെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് കാര്യങ്ങളും നമ്മളുടെ ഉള്ളില് നമ്മൾ തന്നെ സ്വയം ചോദിച്ച് 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 നമ്മൾക്ക് RCM എന്നുള്ള ഈ ഒരു പ്രസ്ഥാനത്തെ പറ്റി പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലാതാവുമ്പോൾ അതിന് ഇരിക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ് മടിയും പേടിയും. കോൺഫിഡൻസ് എങ്ങനെയാ വരിക? നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പറ്റി കീറി മുറിച്ച് പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കോൺഫിഡൻസ് വരിക. ഇന്ന് തവിടെണ്ണ അല്ലെങ്കിൽ ഇന്ന് RCM നമ്മൾ ജോയിൻ ചെയ്തു, നമ്മൾ ഇന്ന് തവിടെണ്ണ ഉപയോഗിച്ചു, നാളെ നമുക്കിത് പറയാൻ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും. അത് നല്ലതാണ്, ഉപയോഗിക്കുമ്പോ അതിൽ എണ്ണ പറ്റിപ്പിടിക്കുന്ന അംശം കുറവാണെന്നുള്ളത് ഇന്നും നാളെയും കൂടി ഉപയോഗിച്ച ഒരാളുടെ അടുത്ത് പറയാനായിട്ട് പറ്റും. അതേസമയം RCM ജോയിൻ ചെയ്തു, തവിടെണ്ണ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, പിറ്റത്തെ ദിവസം ഇത് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരാൾ ഒരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും. ഇത് ചോദിച്ചു കഴിയുമ്പോ നമുക്ക് ഇത് പറയാൻ നമ്മുടെ കയ്യിൽ ഉത്തരമില്ല, കാരണം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോയി, നമുക്ക് പേടി വരും, നമുക്ക് മടി വരും, നമ്മൾ വീടിന്റെ ഉള്ളില് ഒതുങ്ങിയിരിക്കും. ഏറ്റവും ആദ്യത്തെ കാര്യമാണ്, നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ അതിനുള്ള കോൺഫിഡൻസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പുറത്തെ വീട്ടുകാരൻ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞ് നമ്മളിത് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുക? ആ കൂട്ടുകാരൻ നാളെ നമുക്കൊരു പൈസയുടെ ആവശ്യം വരുമ്പോ ആ കൂട്ടുകാരൻ നമ്മളെ സഹായിക്കില്ല. പക്ഷെ RCM എന്താണ്? സുരാഗ് സാറൊക്കെ പറയാറുണ്ട് അല്ലെ, RCM നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ ഒരു കുഞ്ഞാണ്. അവൻ ഈ അയൽപ്പക്കത്തുള്ളവൻ എന്തോ പറയുമെന്ന് വിചാരിച്ച് നമുക്ക് കിട്ടിയ കുഞ്ഞിനെ നമ്മൾ ഉപേക്ഷിച്ച നാളെ നമുക്കൊരാവശ്യം വരുമ്പോ ഈ അയൽപ്പക്കക്കാരൻ വന്നിട്ട് നമ്മളെ സഹായിക്കില്ല. അതേസമയം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത്? ഒരു ദിവസം രാവിലെ വന്ന് 2000 രൂപ കടം ചോദിച്ചാൽ നമ്മളുടെ കയ്യിൽ ഇല്ല എന്ന് പറയുമ്പോൾ നമ്മളെ ചീത്തയും പറഞ്ഞ് പറ്റിയാൽ നമ്മുടെ കാറിന്റെ ഗ്ലാസും തല്ലി ഒടിച്ച് പോകുന്ന നമ്മുടെ അയൽക്കാരന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വന്തം കുഞ്ഞിനെ വേണ്ടാന്ന് പറയുന്നത്. അതേസമയം ഈ അയൽക്കാരനെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഈ കുഞ്ഞിനെ നമ്മൾ കയ്യിൽ പിടിച്ചാലോ? കുഞ്ഞിനെ നമ്മൾ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് നമുക്ക് ആവശ്യമുള്ളപ്പോ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ തരും. എല്ലാവർക്കും ക്യാഷ് അവാർഡൊക്കെ വന്നൂലേ? എനിക്കും കിട്ടി ക്യാഷ് അവാർഡ്. ഞാൻ ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ് ആ ക്യാഷ് അവാർഡ് വന്നത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാൻ RCM നിലനിന്നു, RCM വിശ്വസിച്ചു. എന്റെ കൂട്ടുകാർ പലതും പറഞ്ഞപ്പോ ഞാൻ അവരുടെ വഴിക്ക് പോയില്ല, ഞാൻ RCM ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് അത് വന്നു. അത് എന്തുകൊണ്ടുണ്ടായ? കോൺഫിഡൻസ്. എനിക്ക് ഈ പ്രസ്ഥാനത്തിലുള്ള കോൺഫിഡൻസ് ആണ് എന്നെ അവിടെ നിവർന്ന് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ RCM വേണ്ടി നിലകൊള്ളാനായിട്ട് എന്നെ സഹായിച്ചത്. ഇന്ന് RCM ജോയിൻ ചെയ്യുന്ന 90% ആളുകൾക്കും ഇല്ലാത്തത് ഈ ഒരു കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസ് എങ്ങനെയാ വരിക? നമ്മൾ ഓരോ മീറ്റിങ്ങിനും പോകണം, ട്രെയിനിങ്ങിന് പങ്കെടുക്കണം, അതിന്റെ ഡെപ്ത് മനസ്സിലാക്കണം, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം, എങ്ങനെയൊക്കെയോ ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കാന്നല്ല, കൃത്യമായി എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡൗട്ടുള്ളത് നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് ചോദിക്കണം, എഴുതി വെക്കണം, സംശയങ്ങൾ ഓരോന്നും എഴുതി വെക്കണം. ഓരോ പ്രൊഡക്റ്റും അതിന്റെ സംശയങ്ങളും നമ്മൾ എഴുതി വെക്കണം. ഒരു ക്വറി വന്നാൽ അത് നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളുടെ ലീഡറെ അടുത്ത് നമ്മൾ ചോദിക്കാൻ തയ്യാറാവണം. ടീം ബിൽഡിങ്ങിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ പഠിക്കണം,
നമ്മുടെ ടീമിന് പകർന്നു കൊടുക്കണം. ഇത് ചെയ്യുമ്പോഴാണ് RCM നമുക്ക് വിജയിക്കാൻ പറ്റുക. ചില ആളുകള്, അതായത് ഇപ്പോ നമ്മൾ സത്യത്തില് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, തീരുമാനങ്ങള് രണ്ട് സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരിക്കുന്ന സമയത്തും നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. പക്ഷെ മലയാളി ഇതിനെ ഏറ്റവും വിപരീതമായിട്ട് ചെയ്യുള്ളൂ. ഏറ്റവും സന്തോഷം വരുന്ന സമയത്ത് ഏറിലുള്ള ഒരു തീരുമാനം എടുക്കും. ഇപ്പോ നന്നായിട്ട് അഡ്രിനാലിൻ റഷ് കിട്ടുന്ന ഒരു സമയമുണ്ട്, നമ്മൾ സ്റ്റേജിൽ കയറി ഒരു മെഡല് അല്ലെങ്കിൽ ഒരു പ്രൈസ് വാങ്ങി നമ്മളെ 4 പേര് പുകർത്തുമ്പോ നമ്മുടെ രോമാഞ്ചം വരും അല്ലെ. ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 4 പേര് എന്നെ പുകഴ്ത്തി കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? രോമാഞ്ചം വരും. അതുപോലെ ഒരു രോമാഞ്ചം നമുക്ക് വരും. ഈ രോമാഞ്ചം വരുമ്പോ നമ്മുടെ കയ്യിൽ മൈക്ക് കിട്ടും. ഈ മൈക്ക് കിട്ടി കഴിഞ്ഞാണ്ടല്ലോ അന്ന് സ്റ്റേജ് പൊള്ളിക്കണ പോലെ നമ്മൾ പറയും. ഇത് പറയും, പറഞ്ഞ് മെഡലൊക്കെ കിട്ടി വീട്ടിൽ ചെല്ലും. 2 ദിവസം കഴിയുമ്പോ ഈ അഡ്രിനാലിൻ റഷ് എന്ത് ചെയ്യും? കുറയും. കുറഞ്ഞു വരുമ്പോ വീണ്ടും എന്താവും? പഴയതുപോലെയോ. അപ്പൊ എന്തായി? എടുത്ത ഡിസിഷൻ നമ്മൾ മറന്നു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് ഏതെങ്കിലും ലീഡർ ചോദിക്കുമ്പോഴാവും നമുക്ക് ഓർമ്മ വരും, ആ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലേ. ഇത് ഓർക്കുമ്പോ ഇത് അന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇനി ഞാൻ എങ്ങനെ അവരെ ഫേസ് ചെയ്യുക? അപ്പോ ഇനിയിപ്പോ ഇത് ചെയ്യണോ വേണ്ട അല്ലെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? 10,000 25,000 ചെയ്തവൻ 2,500 ചുരുങ്ങും. അവരെ പറയുന്ന പേരാണ് ക്വിറ്റേഴ്സ്. ഒരു സന്തോഷം വരുമ്പോ മാത്രം അവർ ആ ബിസിനസിനെ ആരാധിക്കുകയും പൈസ വരുമ്പോ മാത്രം ആ ബിസിനസിനെ സ്നേഹിക്കുകയും ചെയ്യുന്നവര്, അവരാ പൈസ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെയ്യാതെയാവും. ദേ ആർ കോൾഡ് ക്വിറ്റേഴ്സ്. അവര് ചെയ്യുന്നവരല്ല, അവര് ഒളിച്ചോടുന്നവരാണ്. എന്ത്? മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഞാൻ ആ സ്റ്റേജിൽ പോയി പറഞ്ഞത് ചെയ്തില്ലെങ്കിൽ എനിക്ക് മോശം, എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി തീരുമാനിച്ചു പറ്റില്ല, അപ്പോ ഞാൻ നിർത്തി. അതേസമയം അവനൊന്ന് മാറി ചിന്തിച്ചിരുന്നെങ്കിൽ ചിലപ്പോ അവന് മിറാക്കിൾസ് സംഭവിപ്പിക്കാമായിരുന്നു. അത് ചെയ്യില്ല. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് ഏറ്റവും കൂടുതൽ ദേഷ്യവും സങ്കടം വരുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ. നമ്മളിങ്ങനെ ഒരുപാട് പ്രതീക്ഷയോടെ ബിസിനസ്സിലേക്ക് വന്നു, 6 മാസം നമ്മൾ സ്റ്റെപ്പുകളൊക്കെ കയറി, പൊസിഷൻസ് ഒക്കെ കയറി, നമ്മൾ വിന്നറായി, സ്റ്റാറായി, ഗോൾഡായി. പിറ്റത്തെ മാസം ഒറ്റയടിക്ക് നമ്മൾ റണ്ണറിലേക്ക് വന്നു. ഓ, സങ്കടായി. വീട്ടിൽ അച്ഛന്റെ വക ചീത്ത, അമ്മയുടെ വക ചീത്ത, പെങ്ങളുടെ വക ചീത്ത, ഭാര്യയുടെ വക ചീത്ത. ഇതൊക്കെ ചീത്ത കേൾക്കുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഈശ്വര, ഈ പുല്ലൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മള് RCMനെ വേണ്ടെന്ന് വെക്കും. എപ്പോ എടുത്ത തീരുമാനം? നമുക്ക് സങ്കടം വന്നപ്പോ, നമുക്ക് ദേഷ്യം വന്നപ്പോ, നമുക്ക് വിഷമം വന്നപ്പോ എടുത്ത തീരുമാനം. ആർക്കാ പോയത്? ആർക്കാ നഷ്ടപ്പെട്ടത്? തീരുമാനം എടുത്ത ആ വ്യക്തിക്ക്. അദ്ദേഹം എടുത്തത് റൈറ്റ് ഡിസിഷൻ ആണോ? അല്ല. അദ്ദേഹം എടുത്ത ഡിസിഷൻ എപ്പോഴായിരുന്നു? അദ്ദേഹത്തിന്റെ ഏറ്റവും മോശപ്പെട്ട സമയത്താണ് അദ്ദേഹം ഒരു ഡിസിഷൻ എടുത്തത്. ആ ഡിസിഷൻ അദ്ദേഹത്തിന്റെ ലൈഫിനെ തന്നെ ഇല്ലാതെയാക്കി. ഈ 2 സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷനാണ് നമ്മളുടെ ലൈഫിലെ ഏറ്റവും വലിയ അബദ്ധങ്ങൾ. ഈ 2 സമയത്തും നമ്മളൊരു തീരുമാനം എടുക്കരുത്. നമ്മളെപ്പോഴും കൂളായിട്ടിരിക്കുന്ന സമയം, നമ്മളെപ്പോഴും നമ്മളുടെ മൈൻഡ് എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനം. അല്ലാത്തതെല്ലാം അപ്പോഴത്തെ ഒരു ആവേശത്തിന് തോന്നുക, അത് ചെയ്യരുത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഈ വാചക മടി എന്ന് പറഞ്ഞ, അവര് പറയണ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇപ്പൊ ആവും ഡയമണ്ട്, ഇപ്പൊ ആവും ഡയമണ്ട്, ഇപ്പൊ ആവും ഡയമണ്ട് എന്ന്. പറച്ചില്ലേ ഉള്ളൂ. ഒരു 5 മാസം കഴിയുമ്പോ അരിക് സ്പ്രേ പോലെ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറയുന്ന പോലെ ഇവരെ പിന്നെ സീനിൽ കാണില്ല. അങ്ങനെയുള്ളവരുമായി മാറരുത് നമ്മള്. നമ്മള് ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് വാചകമടിയിലല്ല, പ്രവൃത്തിയിൽ നമ്മൾ ചെയ്ത് കാണിക്കണം. ഞാനും പണ്ട് കുറെ മീറ്റിങ്ങുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്ലൈറ്റ് വാങ്ങും, ഞാൻ ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലോസ് ചെയ്യും, 230 കോടിയുടെ കാറ് വാങ്ങും, ഇതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോ അതെല്ലാം ഒരു അഡ്രിനാലിൻ റഷിന്റെ പേരിൽ വന്നിട്ടുള്ളതാ. എനിക്കിങ്ങനെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് വരുമ്പോ നമ്മുടെ അഡ്രിനാലിൻ റഷ് ഇങ്ങനെ കയറും. അങ്ങനെ കയറുന്ന സമയത്ത്, അത് കയറുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ വരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നില്ല.
അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വാചകമടിയിലല്ല കാര്യം, RCMല് പ്രവൃത്തിയിലാണ് കാര്യം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. എപ്പോഴും കാമായി കൂളായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്ത് വിജയിക്കുമ്പോ ഒരു ചെറിയ പുഞ്ചിരി, ആ പ്രൈസ് കിട്ടുമ്പോ ഒരിറ്റ് കണ്ണീര്, രണ്ട് വാക്ക് ചെയ്യാൻ. ഇങ്ങനെ ചെയ്യുന്നവരാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളവര്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. ഡോക്ടർ രാജൻ സാറ്, സഫീർ മൂർത്തി സാറ്. ഇവര് രണ്ടുപേരും എത്ര വലിയ അച്ചീവ്മെന്റ് വരുമ്പോഴും സ്റ്റേജ് ഇങ്ങനെ കുലുക്കി മറിച്ച് കുറെ അങ്ങനെ തുള്ളിച്ചാടി അങ്ങനെ ഒന്നും ചെയ്യുന്നവരല്ല. അവര് വളരെ കാമാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും. അതായത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറയാതെ, നമ്മൾ വാചകമടിയിലൂടെ അത് പറയാതെ പ്രവൃത്തിയിലൂടെ അവർക്ക് മുന്നിലേക്ക് അത് കാണിച്ചു കൊടുക്കണം. ഇനി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഇനി കുറച്ച് ആളുകളുണ്ട് ആർ സി എമ്മിനെ അറിയുന്ന കുറച്ച് ആളുകളുണ്ട്. 10 കൊല്ലമായി ഞാൻ ആർ സി എമ്മില്, ഞാൻ ഇന്ന് ആർ സി എമ്മിൽ ഇപ്പോഴും ഞാൻ സ്റ്റാറാണ്. ആർ സി എം ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാ, രാജൻ സാറ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് കേട്ടിട്ടുള്ളതാ, എനിക്ക് മുന്നേ അറിയാം, ഇത്ര സംഭവങ്ങളല്ലേ, ഇങ്ങനെ പൈസ വരുന്നതല്ലേ, ഇതാണ് എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു കാട്ടില് ഒരു സിംഹമുണ്ട്, ഒരു കൂട്ടിലൊരു സിംഹമുണ്ട്. ഏത് സിംഹത്തിനാ നമ്മൾ പേടിക്കുക? ഏത് സിംഹത്തിനാ ബഹുമാനമുള്ളത്? കാട്ടില് കിടക്കുന്ന അല്ലെങ്കിൽ കാട്ടില് രാജാവായി വാഴുന്ന സിംഹത്തിനാണ് എന്തുള്ളത്? പവർ ഉള്ളത്. കൂട്ടിലടങ്ങുന്ന സിംഹത്തിനോ ഒരു പവറും ഇല്ല. എന്താ? അവൻ അകപ്പെട്ടിരിക്കുകയാണ് ആ കൂട്ടിന്റെ ഉള്ളിൽ. ഈ 10 വർഷം മുൻപ് ആർ സി എം കേട്ടു എന്ന് പറയുന്നവരൊക്കെ ഈ കൂടിന്റെ ഉള്ളിലാ. 10 വർഷം മുൻപ് ആർ സി എം കേട്ടു എന്ന് പറയുന്നവരൊക്കെ ഈ കൂടിന്റെ ഉള്ളിലാ. എന്നാൽ 6 വർഷം മുൻപ് ആർ സി എം കേട്ട ഗിരീഷ് സാർ ഇന്ന് രാജാവായിട്ട് ആർ സി എമ്മിൽ വാഴുകയാണ്. നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. ഒരു ടോക്ക് ഉണ്ട്, അതായത് എ ലയൺ ഈസ് എ ലയൺ ഓൺലി ഇറ്റ് ഹൺസ് ഇറ്റ്സ് പ്രേ, അതർവൈസ് ഇറ്റ്സ് എ കാറ്റ്. അതായത് ഒരു സിംഹം വേട്ടയാടുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു സിംഹമാവുന്നത്. അല്ലാത്ത സമയത്ത് അവൻ ആരാണ്? പൂച്ചയാണ്. കൂട്ടിൽ കിടക്കുന്ന സിംഹം ആരാണ്? പൂച്ചയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബിസിനസ്സില് നമ്മള് ശരിക്കും പൂച്ചയെ പോലെയല്ല, സിംഹത്തിനെ പോലെ ആയിരിക്കണം. അതായത് നമ്മൾ ഓരോരുത്തരെയും വേട്ടയാടി പിടിക്കണം. നമ്മൾ നമ്മളുടെ പ്രോസ്പെക്ട്സിനെ വേട്ടയാടി നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ചെന്നിട്ട് ചേട്ടാ ഒരു ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് എടുക്കുവോ, എനിക്കിതിൽ 20% കമ്മീഷൻ കിട്ടും. ഒരു ബെഞ്ചോമേഗ എടുക്കും, എനിക്കിത് 25% കമ്മീഷൻ കിട്ടും. ഒരു തവിടെണ്ണ എടുക്കും, എനിക്കൊരു 143 രൂപ എക്സ്ട്രാ കിട്ടും. ഇങ്ങനെ പറയുന്നവരാരാണ്? പൂച്ചകളാണ്. അതേസമയം നമ്മൾ ഡിമാൻഡ് ചെയ്യണം, നാളെ ഒരു പക്ഷേ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇല്ലാതെയാവും. അന്ന് നിങ്ങൾക്കൊരു വരുമാനത്തിന് വേണ്ടി നിങ്ങൾക്ക് നട്ടം തിരിയണ്ട എന്നുണ്ടെങ്കിൽ ഇന്ന് ഏറ്റെടുക്കുക ആർ സി എം ആസ് എ പ്രൊഫഷൻ എന്ന് പറയാനുള്ള ചങ്കൂറ്റം, അങ്ങനെ ഗർജിക്കാൻ പറ്റുന്ന ഒരു സിംഹമായിട്ട് നമ്മൾ മാറുമ്പോഴാണ് ആർ സി എം എന്ന പ്രസ്ഥാനത്തിൽ നമ്മൾ വിജയിക്കുകയുള്ളൂ. ഇവിടെ ഈ എന്താ പറയാ, പൂച്ചകളായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു കൂട് കെട്ടിയിരിക്കുന്നത് അവര് തന്നെയാണ്. അതായത് 10 വർഷം മുൻപ് ആർ സി എം ചെയ്തിരുന്ന ഒരു വ്യക്തി പറയുന്ന ഒരു കാര്യം 6 വർഷം കൊണ്ട് ഗിരീഷ് സാർ സ്റ്റാർ എമറാൾഡ് ആയി. അപ്പോ അവര് പറയുന്ന ഒരു കാര്യം, അവനെ കൊണ്ടൊക്കെ പറ്റും, നമ്മളെ കൊണ്ട് പറ്റില്ല. രാജൻ സാറിനെ കൊണ്ട് പറ്റും, രാജൻ സാർ നാച്ചുറോപ്പതി ഡോക്ടറാ, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ്, ഇവരാരും മൈക്ക് കയ്യിൽ പിടിച്ചിട്ടല്ല പുറത്തേക്ക് വന്നത്. രാജൻ സാറിനെ എനിക്ക് പേഴ്സണലി നന്നായിട്ട് അറിയാം, അമ്മ പറഞ്ഞിട്ട്. രാജൻ സാർ ഒട്ടും സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നീട് ആർ സി എമ്മിൽ വന്ന് ഡെവലപ്പായി ട്രെയിനിങ്ങിലൂടെയാണ് ഇന്ന് ഇത്രയും വലിയൊരു ലീഡർ ആയത്. അല്ലാതെ രാജൻ സാറ് വരുന്ന സമയത്ത് തന്നെ ജയ് ആർ സി എം എന്ന് മൈക്ക് പിടിച്ചിട്ടല്ല എന്താ പറയാ ജനിച്ചു വീണത്. ഗിരീഷ് സാറ് ആർ സി എം പറഞ്ഞിട്ടല്ല ജനിച്ചു വീണത്. ഇവരൊക്കെ വന്ന് പഠിച്ച് മനസ്സിലാക്കി, സാധ്യതകൾ മനസ്സിലാക്കി, അവസരങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് അങ്ങനെയാണ് വന്നത്.
അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മള് എപ്പോഴും മനസ്സിലാക്കണം, RCM-ലാണെങ്കിലും എന്ത് ബിസിനസ്സിലാണെങ്കിലും അവിടെ ഏറ്റവും നന്നായിട്ട് വേട്ടയാടാൻ അറിയുന്നവനാണ് വിജയം. നമ്മളുടെ അവസരങ്ങളെ മനസ്സിലാക്കി നമ്മളുടെ അവസരങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്ന, നമ്മളുടെ അവസരങ്ങളെ തേടി പിടിക്കുന്ന, നമ്മുടെ അവസരങ്ങളെ വേട്ടയാടി പിടിക്കുന്ന വേട്ടക്കാരനാവണം നമ്മൾ. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കുകയുള്ളൂ. ഇനി വേട്ടയൊക്കെ പിടിക്കാം, വേട്ടയൊക്കെ ആടാം, വിശക്കുമ്പോ തിന്നാം, ആരെങ്കിലും കൊണ്ടുവന്ന് തന്നാം. ചില ആളുകളുണ്ട് അങ്ങനെ. അതായത് അവൻ വന്നാൽ ഞാൻ സ്റ്റാർ എമറാൾഡ് ആവും, ഇവൻ വന്നാൽ ഞാൻ എമറാൾഡ് ആവും, അവൻ വന്നാൽ ഞാൻ സഫയർ ആവും, ഇവൻ വന്നാൽ ഞാൻ സ്റ്റാർ സഫയർ ആവും. എന്റെ എ സൈഡിൽ ഒരു 10 മൂർത്തി സാറും എന്റെ ബി സൈഡിൽ ഒരു 10 മൂർത്തി സാറും വന്നു കഴിഞ്ഞാൽ ഞാനുണ്ടല്ലോ സാറേ. എങ്ങനെ ഒരു പറച്ചില്ല. ഈ മൂർത്തി സാറന്മാരെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്തായാലും ദൈവം എന്താ കൊണ്ടുവന്ന് തരില്ല. ഓ, ഇവൻ കുറെ നാളായി മൂർത്തി സാറിനെ പോലെ ഒരാളെ ആഗ്രഹിക്കുന്നു, എന്നാ പിന്നെ ഇവനൊരു മൂർത്തി സാറിനെ അങ്ങോട്ട് കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ദൈവം വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ പോസ്റ്റലായിട്ട്. അപ്പോ ദൈവം നമ്മുടെ അടുത്തേക്ക് പോസ്റ്റലായിട്ട് ആരെ കൊണ്ടുവരില്ല? മൂർത്തി സാറിനെ കൊണ്ടുവരില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. എന്നും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായ വേണം, ബിസ്ക്കറ്റ് വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഉച്ചയ്ക്ക് ലഞ്ച് വേണം, വൈകുന്നേരം ഡിന്നർ വേണം. ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പാവം കഷ്ടപ്പെടല്ലേ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും കൊണ്ടുവന്ന് തരില്ല ഒരു നല്ല പ്രോസ്പെക്റ്റിനെ. അതേസമയം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിക്കണം, ചായ ഉപേക്ഷിക്കണം, ഉച്ചയ്ക്കുള്ള ലഞ്ച് ഉപേക്ഷിക്കണം, ചിലപ്പോൾ ഡിന്നർ ഉപേക്ഷിക്കേണ്ടി വരും. ഇങ്ങനെ ഉപേക്ഷിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവിടെ നമുക്ക് കിട്ടും. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ കിട്ടില്ല. ഓരോരുത്തരെ പോയി കാണണം, ലിസ്റ്റ് ഉണ്ടാക്കണം, ലിസ്റ്റ് അനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യണം. കറക്റ്റ് ഫോളോ അപ്പ്, എക്സാക്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും നല്ല അടിപൊളി ഒരു മൂർത്തി സാറിനെയും ഒരു രാജൻ സാറിനെയും ഒക്കെ. ഇതെന്താ പ്രശ്നം എന്നറിയോ? എല്ലാവരും ഷോർട്ട് ടേം എന്താ പറയാ അച്ചീവേഴ്സ് ആണ്. ആരോ കൊണ്ടുവന്നു, താഴെ ഒരാൾ വന്നു, അവൻ 70,000 PV സ്വന്തം ഐഡിയിൽ അടിച്ചു, അവൻ സ്റ്റാർ ആയി, ഞാൻ സ്റ്റാർ ഗോൾഡ് ആയി, അല്ലെങ്കിൽ ഞാൻ സ്റ്റാർ പ്ലാറ്റിനം ആയി, അല്ലെങ്കിൽ ഞാൻ ടെക്നിക്കലായി. ഈ താഴെയുള്ളവൻ മറ്റൊന്ന് അടിച്ചില്ലെങ്കിൽ നേരെ പോകും ബിഗിനറിലേക്ക്. ഷോർട്ട് ടേം അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ് നിലനിൽക്കില്ല. എന്നാൽ ലോങ് ടേം അച്ചീവ്മെന്റിന് വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ബിസിനസ് മാത്രമാണ് നിലനിൽക്കുകയുള്ളൂ. അപ്പോ മൂർത്തി സാർ എവിടെയുണ്ട്? നമ്മുടെ ടീമിലേക്ക് ആവശ്യമായ മൂർത്തി സാർ എവിടെയുണ്ട്? ഫീൽഡിലുണ്ട്. ഫീൽഡിലേക്ക് ആര് പോണം? നമ്മൾ പോണം. ഇത് ഈ കൂടില്ലേ, ഈ സിംഹം, നേരത്തെ പറഞ്ഞ സിംഹം, ആ സിംഹം കിടന്ന കൂടിന് ഒരു താക്കോലുണ്ട്. ആ താക്കോല് എടുത്ത് തുറന്നിട്ട് ഈ കൂട്ടിൽ കിടക്കുന്ന സിംഹം ഇല്ലേ, ഇത് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങി കാണുന്ന ഓരോരുത്തരുടെ അടുത്തും RCM പറയണം. അത് എങ്ങനെ പറയണം എന്നറിയോ? ചിലര് പറയും, എടാ നീ എന്റെ കൂടെ ജോയിൻ ചെയ്യടാ, നീ എന്റെ കൂടെ ജോയിൻ ചെയ്താലേ എനിക്ക് കാശ് കിട്ടുള്ളൂ, നീ 5,000 PV ചെയ്താലേ എനിക്ക് അടുത്ത മാസം ഈ പ്രോഗ്രാമിന് പോകാൻ പറ്റുള്ളൂ, നീ 5,000 PV ചെയ്യ്, എന്നാലല്ലേ എനിക്ക് ബിഗിനർ ആവാൻ പറ്റുള്ളൂ, നീ 10,000 ചെയ്യ് എന്നാലേ എനിക്ക് സ്റ്റാർട്ടർ ആവാൻ പറ്റുള്ളൂ, നീ 20,000 ചെയ്യ് എന്നാലേ എനിക്ക് ഓപ്പണർ ആവാൻ പറ്റുള്ളൂ. ഇതല്ല ആളുകളോട് പറയണ്ടേ. അവരോട് പറയേണ്ടത്, നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന ഒരു അവസരത്തെ കുറിച്ച് അവരോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാതെ അവൻ ചെയ്ത അല്ലെങ്കിൽ നീ ചെയ്ത എനിക്ക് ഇത്ര കിട്ടുന്ന പറഞ്ഞാൽ ജന്മം ഉണ്ടെങ്കിൽ അവൻ ചെയ്യില്ല. അത് ഉള്ള ഒരു കാര്യമാണ്, സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേസമയം അവൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവന് ബെനിഫിറ്റ് കിട്ടുന്ന നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ചെയ്യും. നമ്മളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പ്രോസ്പെക്റ്റിനെ കാണാൻ പോകും, കഥ മൊത്തം പറയുന്നിട്ട് നമുക്ക് കിട്ടുന്ന ലാഭം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് നീ ഇത്ര ചെയ്യുമ്പോ ഞാൻ സ്റ്റാർ ഗോൾഡ് ആവും, അപ്പൊ എനിക്ക് കിട്ടുന്ന വരുമാനം 35,000. അത് ശരി, ഞാൻ ഇത്ര ചെയ്ത ഇവര് 35,000 കിട്ടൂലേ, അപ്പൊ എനിക്കതൊന്ന് കാണണം. ഇത് പറയും. അവൻ മുഖത്ത് നോക്കി പറയില്ല, മനസ്സിൽ പറയും. സത്യസന്ധമായിട്ടുള്ള കാര്യം. നമുക്ക് കിട്ടുന്ന വരുമാനം ഇത്രയാണെന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ മാസം മുതൽ അവനൊരു ഒരു തവണ മാത്രമേ ബില്ല് ചെയ്യുള്ളൂ. അതേസമയം അവന് കിട്ടുന്ന വരുമാനം കാണിക്കണം. അതായത് ഒരാളും, ഇപ്പൊ സ്വന്തം അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ശരി, അവർക്ക് കിട്ടുന്ന വരുമാനം പറയണം, എന്നാലാണ് ചെയ്യുള്ളൂ. അല്ലാതെ
എനിക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നീ പ്രൊഡക്റ്റ് വാങ്ങണം, എന്നാലേ എന്റെ ബിസിനസ് ഡെവലപ്പ് ആവുള്ളൂ, എന്നാലേ എനിക്ക് കാറ് വാങ്ങാൻ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് ഹരിയറിൽ പോയിട്ട് പാല് വാങ്ങാൻ പറ്റുള്ളൂ. ഇത് പറഞ്ഞ ഒരുത്തരും ചെയ്യില്ല. അതേസമയം ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ നിനക്ക് മൂർത്തി സാറിനെ പോലെയോ രാജൻ സാറിനെ പോലെയോ നോബൽ സാറിനെ പോലെയോ ഗിരീഷ് സാറിനെ പോലെയോ അർജുൻ സാറിനെ പോലെയോ നല്ലൊരു ട്രെയിനർ ആയിട്ട് നല്ല സാമ്പത്തിക സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഫിനാൻഷ്യൽ ഫ്രീഡത്തോട് കൂടിയിട്ട് നിനക്ക് നിന്റെ ജീവിതം ആസ്വദിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഒരുത്തനും RCM, ഒരാളും RCM വേണ്ട എന്ന് പറയില്ല. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ബാങ്ക് ഉദ്യോഗസ്ഥന് വേണം RCM, ഒരു സാധാ ടീച്ചർക്ക് വേണം RCM, ഒരു പാല് കച്ചവടക്കാരന് വേണം RCM, ഒരു പ്ലംബർക്ക് വേണം RCM, ഒരു ഇലക്ട്രീഷ്യന് വേണം RCM, ഒരു സാധാ വീട്ടമ്മയ്ക്കും വേണം RCM. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പൂച്ചകളായിട്ട് ഇരിക്കരുത് നമ്മൾ ആരും. നമ്മൾ പൂച്ചകളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ ലീഡേഴ്സ് ഇത്രയും വലിയ ട്രെയിനേഴ്സിന്റെ പ്രോഗ്രാം നമുക്ക് വേണ്ടി തരുന്നത്. നമ്മളെല്ലാവരും സിംഹങ്ങളായിട്ട് ഓരോ ഭാഗത്തും നമ്മളുടെ ഗർജനമായിരിക്കണം എവിടെയും ഏത് ഭാഗത്തും നമ്മൾ കേൾക്കേണ്ടത്. ഇവിടെ ഇപ്പൊ വടക്കാഞ്ചേരിയിലാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും എവിടെയാണെങ്കിലും ഞാനായിരിക്കണം നമ്പർ 1, നമ്മളല്ല അപ്പോഴും ഞാനായിരിക്കണം നമ്പർ 1 എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും വേട്ടക്കാരായി മാറും. എങ്ങനത്തെ വേട്ടക്കാര്? ഈ ചെറിയ ചെറിയ ഇരകളെ പിടിക്കുന്നതല്ല. മൂർത്തി സാറിനെ പോലെയും രാജൻ സാറിനെ പോലെയും അർജുൻ സാറിനെയും പോലെയൊക്കെ പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ അവരെ പോലെയുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വേട്ടയാടിക്കൊണ്ട് നമ്മൾ ഇരിക്കണം. ഒരു ദിവസം, അതായത് ഒരു സിംഹത്തിന് ഒരു ദിവസം ഒരു പോത്തിന്റെ ഇറച്ചി കിട്ടി കഴിഞ്ഞാൽ അന്നത്തെ വിശപ്പ് മാറും. ആ ഒരു പോത്തിന്റെ ഇറച്ചി കൊണ്ട് ഒരു മാസം വിശപ്പ് മാറുമോ? ഇല്ല. അപ്പോ ഒരു ദിവസം നമ്മൾ ഇറങ്ങി, നമുക്കൊരാളെ കിട്ടി, ഈ മാസം ഇവൻ മതി, ഇത് പറഞ്ഞിരിക്കരുത്. ഓരോ ദിവസം ചിലപ്പോ ഇവനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും അടുത്ത ദിവസം നമുക്ക് കിട്ടുക. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു ബിസിനസ്സുകാരനായിട്ട്, നല്ലൊരു RCM പ്രവർത്തകനായിട്ട് നമുക്ക് മാറാൻ പറ്റുള്ളൂ. ഇനി മറ്റൊരു കാര്യമാണ്, നമുക്ക് എല്ലാവരുടെ അടുത്തും പറയാൻ ഒരു പേടിയാണ്. നമ്മള് ബിസിനസ് ചെയ്യുമ്പോൾ പല സമയത്തും പല ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യമാണ്, നമുക്ക് പറയാൻ പേടിയാണ്. നമ്മളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അവന്റെ അടുത്ത് നമ്മൾ സിനിമാ കഥ പറയുന്നു, പക്ഷെ RCM പറയില്ല. എന്റെ പൊന്നു കൂട്ടുകാരെ, നിങ്ങള് അവരുടെ അടുത്ത് സിനിമ കഥ പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ RCM പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ RCMനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നാളെ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യും. അല്ല, നിങ്ങൾ സിനിമാ കഥ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ വേറൊരാൾ വന്നിട്ട് RCM പറയും, നിങ്ങളുടെ കൂട്ടുകാരൻ എവിടെ ഉണ്ടാവും? അപ്പുറത്തുണ്ടാവും. ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമുക്ക് കിട്ടുന്നത് ഒരു അവസരമാണ്. ഈ ഓരോ അവസരത്തിലും നമ്മുടെ എതിരെ നിൽക്കുന്നവർക്ക് ഈ RCM എന്നുള്ള ഈ മഹത് പ്രസ്ഥാനത്തിന്റെ അവസരം മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ നാളെ നമുക്ക് 100 പേരെ തരുന്ന ഒരു മൂർത്തി സാറായിട്ട് മാറും, ഒരു രാജൻ സാറായിട്ട് മാറും. നമ്മളുടെ ടീമിലും വരും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വോളിയം. വെറുതെ സമയം കളയല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് പോയി വെറുതെ സമയം കളഞ്ഞ് കുറെ നേരം അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അങ്ങനെ സമയം കളയല്ലേ. ഫുൾ ടൈം RCM ചെയ്യൂ, ഫുൾ ടൈം. ഞാൻ പറയുന്നു, രാവിലെ 5 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ ഈ ഒരു 2 മാസക്കാലം, ഇതിനു മുൻപല്ല, 2 മാസക്കാലമായിട്ട് ഞാൻ കൃത്യമായിട്ട് RCM ചെയ്യുന്നു. രാവിലെ 5 മണിക്ക് എനിക്കും ഒരു ബിസിനസ് ക്ലാസ് കേൾക്കും. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ കാര്യങ്ങളും RCMമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഈ 2 മാസം ഞാൻ ഇത് ചെയ്തപ്പോ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ വിചാരിച്ചിട്ട് നടക്കാത്തത് 2 മാസം കൊണ്ട് നടന്നു. എന്റെ സ്വന്തമായിട്ടുള്ള ഒരു മിഷനായിരുന്നു ഈ മാസം എന്റെ ടീമിൽ ഒരു ഡിസ്പ്ലേ വാൾ. കഴിഞ്ഞ 2 വർഷത്തിന്റെ ഇടയിൽ വന്നത്, എന്റെ A സൈഡിൽ വന്നല്ല B സൈഡിൽ വന്നത് 2 ഡിസ്പ്ലേ വാൾ. ആ 2 ഡിസ്പ്ലേ വാളും ഇന്ന് വെറുതെ ബില്ലടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുള്ളൂ, അത്ര ആക്റ്റീവ് അല്ല. എന്നാൽ ഇപ്പോ കറക്റ്റ് ആയിട്ട് ബിസിനസ് ഞാൻ കൊണ്ടുവന്ന് അത് പഠിച്ച് മനസ്സിലാക്കി ഇന്ന് ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുത്തപ്പോ ഈ മാസം എന്റെ ടാർഗറ്റ് ആയിരുന്ന ഒരു ഡിസ്പ്ലേ വാളിന്റെ ഓപ്പണിങ് ഈ മാസം അവസാനം ആകുമ്പോഴേക്ക് നടക്കും. ഇത് എന്തുകൊണ്ടാ? ഞാനിത് ടാർഗറ്റ് ആയിട്ട് ഏറ്റെടുത്തു. മൂർത്തി സാർ എന്റെ അടുത്ത് പറഞ്ഞു, വിജേഷ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ബിസിനസ് വളർത്തണം, ബിസിനസ് വളർത്തിയാൽ മാത്രമാണ് വരുമാനം ഉണ്ടാവുള്ളൂ എന്ന്
മൂർത്തി സാർ എന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു, സംശയങ്ങൾ അർജുൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, രാജൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നതനുസരിച്ച് ചെയ്തു. ഇപ്പോ ഈ മാസം ജോയിനിങ് വന്നു, ഡിസ്പ്ലേ വാൾ വന്നു, വോളിയം വന്നു. ഇത് എങ്ങനെയാ വന്നേ? ചെയ്തത് കൊണ്ട്. ചെയ്യാതെ വീണ്ടും മൂർത്തി സാറ് പറയണതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ വീണ്ടും വീട്ടിലിരുന്നെങ്കിലോ? അപ്പോ ഒന്നും നടക്കില്ല. ഇനി നമ്മൾ വിചാരിക്കും നമ്മളൊരു ഡിസ്പ്ലേ വാൾ തുടങ്ങി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഡിസ്പ്ലേ വാൾ തുടങ്ങി കൊടുക്കുന്നിടത്താണ് ഒരു ലീഡറുടെ ഉത്തരവാദിത്വം ഏറ്റവും കൂടുതൽ കൂടുന്നത്. കാരണം പിന്നീട് അവർക്ക് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ അവർക്ക് മനസ്സിലാക്കി നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. ഇതെല്ലാം ഞാൻ പറയുന്നത് മിഷന്റെ ഭാഗമായിട്ടാണ്. നമ്മളുടെ മിഷനാണ് വീട്ടിലിരിക്കാതെ പുറത്തിറങ്ങി ബിസിനസ് ചെയ്ത്, ബിസിനസ് ഡെവലപ്പ് ചെയ്ത്, മറ്റുള്ളവർക്ക് RCMനെ പറഞ്ഞു കൊടുത്ത്, അവർക്ക് ഡ്യൂപ്ലിക്കേഷൻ ചെയ്തു കൊടുത്ത്, അവർക്ക് ബോർഡിൽ എഴുതാനുള്ള മോട്ടിവേഷൻ കൊടുത്ത്, അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്ത് അവരെന്നെ നല്ലൊരു ലീഡർ ആക്കുന്നത് വരെ നമ്മളുടെ മിഷൻ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം. ആ ഒരു ലീഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലീഡർക്ക് വേണ്ടി വീണ്ടും പണി തുടങ്ങണം. ഇതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ സ്റ്റേജിൽ കയറുമ്പോൾ വാചകം അടിച്ചിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ മുട്ട് വിറച്ച് വീട്ടിലിരിക്കാനാണെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. RCMൽ വിജയിക്കാൻ പറ്റില്ല. സ്റ്റേജിൽ കയറി പറയുന്നത് 2 അക്ഷരമാണെങ്കിൽ ഗ്രൗണ്ടിൽ ഇറങ്ങി അതിന്റെ 100 ഇരട്ടി നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം. എന്നാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ സ്റ്റേജിൽ ഞാൻ ഈ മാസം 5000 PV ചെയ്യുന്ന 12 പേരെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ ദിവസം മുതൽ വീട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂടി പുതച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് ഡെവലപ്പ് ആവില്ല. ഏത് പൊസിഷനിലാണോ നിന്നെ ആ പൊസിഷനിൽ അപ്പുറത്തോട്ട് പോകാനും പറ്റില്ല. ഇപ്പൊ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയൽറ്റി ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 10,000-12,000 13,000 അല്ലെങ്കിൽ 14,000 ഒക്കെ കമ്മീഷൻ വരുന്ന ബോണസ് വരുന്ന റേഞ്ചിലേക്കായി. അപ്പൊ എന്റെ താഴെ ഒരു സ്റ്റാർ ഗോൾഡ് വന്നാലും എനിക്ക് ബോണസ് കുറയില്ല എന്ന് ആശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരു ആശ്വാസമായിട്ട് കണ്ടെത്താതെ എന്റെ താഴെ ഒരു സ്റ്റാർ ഗോൾഡ് വരുമ്പോൾ എനിക്ക് ബോണസ് കുറയില്ല, അപ്പോ അവൻ സ്റ്റാർ ഗോൾഡ് ആവണതിന് മുന്നേ ഞാനൊരു ടെക്നിക്കൽ ആയാൽ എനിക്ക് എത്ര ബോണസ് കിട്ടുമെന്ന് ചിന്തിക്കണം. നമ്മുടെ ഒക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു ഉദാഹരണം പറയാം. ഇതൊരു ഗ്ലാസ് ആണ്. ഇപ്പൊ ഇത്ര വെള്ളം ഉണ്ട് അല്ലെ? ഇപ്പൊ ഇതിൽ എത്ര വെള്ളമുള്ളൂ? ഗ്ലാസ് ആർക്കും കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതാ ഒരു ഗ്ലാസ് ഉണ്ട്, ഇതിൽ ഇത്ര വെള്ളം ഉണ്ട്. ഇത് 3 ടൈപ്പ് ആൾക്കാര് 3 തരത്തിലാ കാണാം. ഇതില് ഇത്ര വെള്ളം ഉള്ളോ അല്ലെ? ഇങ്ങനെ ചിന്തിക്കും. ഇനി ചിലര് എത്രയൊക്കെ ചെയ്തിട്ടും ഇത്രേ വന്നുള്ളൂ, ഇങ്ങനെ ചിന്തിക്കും. എന്നാൽ ചിലര് ഇതിലിപ്പോ ഇത്ര വെള്ളം ഉണ്ട്, ബാക്കി വെള്ളം എങ്ങനെ നിറയ്ക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരാണ് ബിസിനസ്സിൽ വിജയിക്കുക. ഞാനിപ്പോ കയ്യിലെടുത്തിരിക്കുന്ന ഗ്ലാസ് നമ്മുടെ ബിസിനസ്സാണ്. ഇത് നമ്മൾ ജോയിൻ ചെയ്ത ആളുകൾ കൊണ്ടുവന്ന വോളിയാണ്. ഇപ്പൊ ഇത്രയുണ്ട്. ഇത് ഇത്രയൊക്കെ പണിയെടുത്തിട്ട് ഇത്ര ഉള്ളോ എന്ന് ചിന്തിക്കാം, ഇത്രേ വന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കാം, ഇത് ഇവിടം വരെ എത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാം. ഇങ്ങനെ മൂന്നാമത് ചിന്തിക്കുന്ന ആളുകളാണ് ബിസിനസ്സിൽ ഡെവലപ്പ് ആവുക. ഈ പകുതി നിൽക്കുന്ന വെള്ളം മുഴുവനാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജഗ്ഗിലുള്ള വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണം. അതുപോലെ 50,000 എന്നുള്ള വോളിയം 1,00,000 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആളുകളെ, ബിസിനസ് ചെയ്യുന്ന അല്ലെങ്കിൽ 5,000 PV ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കുപ്പി ഇങ്ങനെ നോക്കി നിൽക്കും. അവൻ വന്നു, അവൻ 1,00,000 ചെയ്യും, ചെയ്യട്ടെ ചെയ്യട്ടെ ചെയ്യട്ടെ. എല്ലാം കൂടി എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ക്ലാസ് ഞാൻ നിലത്തേക്ക് ഇടല്ലേ, പൊട്ടും, ചില്ല ക്ലാസ് ആണ്. ഇത് ഇങ്ങനെ ഒരു ഇടലാ, അവിടെ വീഴും. എടുത്തതില്ല പിടിച്ചതില്ല എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതുപോലെ മൊത്തം ബിസിനസ്സും പോകും. അതേസമയം ആ വെള്ളം നിറയ്ക്കാനായിട്ട് കുറച്ച് കുറച്ച് തുള്ളി തുള്ളിയായിട്ട് നമ്മൾ ആളുകളെ കൊണ്ടുവന്ന് ആ ബിസിനസ്സിലേക്ക് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഒരു 4 തുള്ളി പുറത്തേക്ക് പോയാലും 10 തുള്ളി കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ ആ ബിസിനസ് എന്താവും? ഡെവലപ്പ് ആവും. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ ഈ വെള്ളം എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ, എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ഇത് നിറയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ ചോദിക്കില്ല. അങ്ങനെ ചോദിക്കാൻ പഠിക്കണം. നമ്മുടെ ലീഡേഴ്സിന്റെ അടുത്ത് നമ്മൾ ചോദിക്കാൻ പഠിക്കണം.
എന്റെ ഗ്ലാസ്സിൽ ഇത്ര വെള്ളമുള്ള സാറേ, ഇത് കൂട്ടാൻ അല്ലെങ്കിൽ ഈ ഗ്ലാസ് നിറയ്ക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കണം. ആരും നാളെ പോയിട്ട് ലീഡറുടെ അടുത്ത് ഈ ഗ്ലാസും കൊണ്ടുപോയിട്ട് ഇതിലെങ്ങനെ വെള്ളം നിറയ്ക്കുന്നത് ചോദിക്കരുത് കേട്ടോ. ഇത് എക്സാമ്പിൾ ആണേ. അതായത് നമ്മുടെ ബിസിനസ് കൂട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമ്മളുടെ ലീഡേഴ്സിന്റെ അടുത്ത് കൃത്യമായിട്ട് ചോദിക്കണം. ചോദിച്ചത് കൃത്യമായിട്ട് ഒരു ആക്ഷൻ പ്ലാനിലൂടെ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, ഗ്ലാസ് നിറഞ്ഞ് ഒഴുകുകയുള്ളൂ. അങ്ങനെ ഒഴുകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് നല്ലൊരു കോണ്ടാക്ട് വേണം അല്ലെ. നമ്മൾ നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് നല്ലൊരു ബന്ധം വേണം. ഒരു ദിവസം വിളിച്ചു എടുത്തില്ല, പിറ്റേ ദിവസം ഞാൻ ഇനി ആളെ വിളിക്കില്ല, ആളെ എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അതേസമയം അദ്ദേഹം എന്തെങ്കിലും തിരക്കിലായിരിക്കും, ഞാൻ ഒന്നുകൂടി വിളിക്കാമെന്ന് വിളിക്കുന്ന ആൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വർഷം 2024 ഇത് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഇന്ന് ഞാൻ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങൾ, അതായത് നമ്മള് ഒരു നല്ല ഡൂവേഴ്സ് ആയിരിക്കണം. നമ്മള് ബിസിനസ് ഏറ്റവും നന്നായി ചെയ്യുന്ന നല്ല RCM പ്രവർത്തനമായിട്ട് മാറണം. ഒരിക്കലും നമ്മളൊരു ക്വിറ്റർ ആവരുത്. നമ്മളൊരു വാചകം അടിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാവരുത്. വാചകമടിയിൽ മാത്രമല്ല കാര്യം, പ്രവർത്തിക്കണം. നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമാണ് വിജയം. അപ്പൊ RCMനെ സംബന്ധിച്ചിടത്തോളം ഞാൻ 100% ഉറപ്പ് പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വിജയം നിശ്ചയമായിട്ടും തന്നിരിക്കും. അത് TCG ഉറപ്പ് തന്നതിനേക്കാൾ ഇരട്ടി തരും. കാരണം അത് ഏറ്റവും അധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമുക്ക് ക്ഷമ, RCM എന്നുള്ള ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ഷമ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. കാരണം ഇന്ന് കുത്തിയ കിണറ്റില് ഇന്ന് വെള്ളം കാണില്ല. നമ്മള് എല്ലാ മാസവും 30-ാം തീയതി ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ കുറെ പരാതി പറയാറുണ്ട്. ഈ മാസം ഞാൻ ഇത്ര ഓടി, രാവിലെ 5 മണി തൊട്ട് രാത്രി 10 മണി വരെ ഓടി, ബിസിനസ് വിചാരിച്ച പോലെ വന്നില്ല. ഇതിങ്ങനെ പറയും, 3 മാസം പറയും കമ്മീഷൻ കുറഞ്ഞു. കമ്മീഷൻ കുറഞ്ഞ ദിവസം ലീഡർക്ക് ചീത്തയാ. പക്ഷേ ഏതെങ്കിലും ഒരാള് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ പേരിൽ ക്യാഷ് റിവാർഡ് വന്ന ദിവസം ലീഡറിനെ വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ചെയ്യണം. കാരണം നമ്മള് വരുമാനം കുറയുമ്പോൾ ഒരിക്കലും RCMനെ വേണ്ടെന്ന് പറയരുത്, അല്ലെങ്കിൽ RCMനെ തള്ളി പറയരുത്. വരുമാനം വരുമെന്ന് പറഞ്ഞാൽ അത് വന്നിരിക്കും. ഒരു മാസം കമ്മീഷൻ കുറഞ്ഞാൽ അതിന്റെ പേരിൽ RCM വിട്ടുപോകുന്നവന് ഈ പണി പറ്റില്ല. 10 മാസം കമ്മീഷൻ കുറഞ്ഞാലും 11ാമത്തെ മാസം എനിക്ക് ഇപ്പൊ നഷ്ടപ്പെടുത്തിയതിന്റെ ഇരട്ടിയുടെ ഇരട്ടി TCG തരും ഞാൻ പ്രവർത്തിച്ചാൽ എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവന് മാത്രമാണ് RCM എന്നുള്ള ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു മാസം 25,000 കിട്ടി, അടുത്ത മാസം 10,000 കിട്ടിയാൽ അന്ന് ലീഡറിനെ പോയി ചീത്ത വിളിച്ച് കയ്യിൽ കിട്ടുന്ന ബാഗ് വലിച്ചെറിഞ്ഞ് RCMന്റെ പ്രൊഡക്റ്റ് വലിച്ചെറിഞ്ഞ് ഈ ബിസിനസ് ഞാനില്ല, ഇത് എനിക്ക് കടം വരുത്തി വെച്ചു എന്ന് പറയുന്നവന് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല RCM. അതേസമയം 10,000 രൂപ കമ്മീഷൻ കിട്ടിയ സ്ഥാനത്ത് ഇത് എങ്ങനെ എനിക്ക് 30,000 ആക്കാം എന്ന് ലീഡറുടെ അടുത്ത് കുത്തിയിരുന്ന് പഠിച്ച് അത് മനസ്സിലാക്കി അത് എഴുതി വെച്ച് അത് പ്രാവർത്തികമാക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് RCM. അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. 10,000 കിട്ടിയാൽ ആ 10,000ത്തിന്റെ അപ്പുറം ഒരു 20,000 ഉണ്ട്, ഒരു 30,000 ഉണ്ട്, ഒരു 40,000 ഉണ്ട്, ഒരു 90,000 ഉണ്ട്, ഒരു 1 ലക്ഷം ഉണ്ട്, ഒരു 14 ലക്ഷം ഉണ്ട്, ഒരു 25 ലക്ഷം ഉണ്ട്, ഒരു 50 ലക്ഷം ഉണ്ട്. ഇത്രയും അധികം പണം നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും നോക്കുന്നത് ആ ഒരു മാസം വന്ന വരുമാനം. ആ ഒരു മാസം വന്ന വരുമാനത്തെ കണക്കാക്കി നമ്മൾ RCMനെ അളക്കാൻ നിൽക്കരുത്. നമ്മള് ഇനി അടുത്ത് 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് എത്ര വരുമാനം കിട്ടുമെന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ RCM ചെയ്യാൻ. ഒരു മാസം 10,000 കിട്ടിയാൽ അടുത്ത മാസം ചിലപ്പോൾ നമുക്ക് 5,000 കിട്ടുള്ളൂ. എങ്കിലും നമ്മൾ RCM ചെയ്യണം. കാരണം 10 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും കിട്ടും 25ഉം 50ഉം 1 കോടിയും ഒക്കെ. ഇനി ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കമ്മീഷനെക്കാട്ടിലും കൂടുതലായിരിക്കും നമുക്ക് കിട്ടുന്ന ബോണസ്. ഇതെല്ലാം നമ്മുടെ അവസരമാണ്. നമ്മൾ ചെയ്താൽ ദിനം പ്രതി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇരട്ടിപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാനായിരിക്കും, നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയിക്കാനാവും, നിങ്ങൾക്കേ പറ്റൂ. സോ ഡോണ്ട് ബി എ കാറ്റ്, ബി എ ലയൺ, ബി എ റോറിംഗ് ലയൺ. നമ്മളെല്ലാവരും ഗർജിക്കുന്ന സിംഹമായി വേട്ടയാടാനായിട്ട് ഇറങ്ങണം.
അങ്ങനെ ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പൂച്ചയായിട്ട് ചുരുണ്ടുകൂടി വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഗർജന ഉണ്ടാവില്ല. പൂച്ചയുടെ നിലവിളി, ചെറിയ ശബ്ദം, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നമ്മൾ ഈ കെട്ടുകളൊക്കെ പൊട്ടിച്ച്, ഈ കൂട് പൊട്ടിച്ച് നമ്മൾ ഈ വർഷം ഒരു മിഷൻ ഏറ്റെടുക്കുക. ഈ വർഷം കഴിയുമ്പോൾ എന്റെ വരുമാനം ഇപ്പോ ഈ മാസം കിട്ടുന്നതിനേക്കാൾ ഒരു 10 ഇരട്ടി ആക്കണം എന്നുള്ള മിഷൻ നമ്മൾ ഏറ്റെടുത്ത് ബിസിനസ് ബിൽഡ് ചെയ്ത് ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ച് ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത് ഡയമണ്ട് ക്ലബ് ഇരട്ടിപ്പിച്ച്, സൂപ്പർ ഡയമണ്ട് ക്ലബ് ഇരട്ടിപ്പിച്ച്, എന്താ പറയാ, ക്രൗൺ ക്ലബ് ഇരട്ടിപ്പിച്ച്, അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിച്ച് പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ കണ്ടുപിടിച്ച് വേട്ടയാടി അവർക്ക് ബിസിനസ് പറഞ്ഞു കൊടുത്താൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥ വിജയം ഉണ്ടാവുള്ളൂ. അപ്പോ ഇന്നത്തെ ഈ ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും തീരുമാനം എടുക്കുക. ഈ ബിസിനസ് എനിക്ക് വേണ്ടി ചെയ്യണോ എന്നുള്ള തീരുമാനം എടുക്കുക. എനിക്ക് വേണ്ടി ചെയ്യണം എന്ന് തീരുമാനം എടുത്ത എല്ലാവരും ഇന്ന് നിങ്ങളുടെ ഡയറിയിൽ നിങ്ങളുടെ ഈ 2024 മിഷൻ എഴുതി വെക്കുക. അത് ഒരു മാസം 10 ഡിസ്പ്ലേ വാള്, ഒരു വർഷം കൊണ്ട് 100 ഡിസ്പ്ലേ വാള്, ഒരു വർഷം കൊണ്ട് 2024 ജോയിനിങ്, ഒരു വർഷം കൊണ്ട് 500 പേര് 5000 PV ചെയ്യുന്നവര്, ഒരു വർഷം കൊണ്ട് 50,000 വരുമാനം വാങ്ങുന്ന 100 പേരുടെ ടീമില്, ഇത് എന്തുമായിക്കോട്ടെ, ഇത് എഴുതി വെക്കുക. ഇത് എഴുതി വെച്ച് നിങ്ങൾ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ RCM പോലെ ഒരു അവസരം നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. RCM തരും നിങ്ങൾക്ക്, വാരിക്കോരി തരും. അതിനൊരു എന്താ പറയാ, ലിമിറ്റ് ഇല്ല. ഏറ്റവും അധികം അത് ഇന്ന് അനുഭവിക്കുകയാണ് ഞാൻ, ഏറ്റവും അധികം. കാരണം മിനിഞ്ഞാന്ന് പൈസ വന്നു, ഇന്ന് ഞാൻ ഗൾഫിലേക്ക് കൊടുത്തുവിട്ട എമൗണ്ട്, അതായത് ഗൾഫിലേക്ക് കൊടുത്തുവിട്ട പ്രൊഡക്റ്റിന്റെ എമൗണ്ട് വന്നു. ഇതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട് ഇന്ന് അക്കൗണ്ടിലേക്ക്. എന്റെ അക്കൗണ്ട് ഇപ്പോ ഒരു ദിവസം പോലും കാര്യമായിട്ട് ഇരിക്കാറില്ല. എല്ലാ ദിവസവും മിനിമം ഒരു 10,000 രൂപ എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? 2 വർഷം മുൻപ് ചെയ്തു തുടങ്ങിയ സമയത്ത് 6 മാസം കഴിഞ്ഞപ്പോ 10,000 ആയി, 8,000 ആയി, 7,000 ആയി, പിന്നീട് അത് വീണ്ടും 12,000 ആയി, 14,000 ആയി, 15,000 ആയി. ഞാനിത് അച്ഛൻ പറഞ്ഞു, നീ പണി നിർത്ത്, ദുബായിക്ക് പൊക്കോ, നിനക്ക് ഇവിടെ ഇത് ചെയ്തുകൊണ്ട് നിനക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, എനിക്ക് RCMനെ വിശ്വാസമാണ്, എനിക്ക് എന്റെ ലീഡേഴ്സിനെ വിശ്വാസമാണെന്ന് പറഞ്ഞ് ഉറച്ചു നിന്നത് കൊണ്ട് ഇന്ന് ഓരോ മാസവും എനിക്ക് ഒരു 5 വരുമാനം എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് മാത്രമാണ്. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും, മറ്റുള്ളവർ പലതും പറയും, നമ്മുടെ ചുറ്റും കാണുന്നവർ പലതും പറയും. കാരണം അവർക്ക് RCM എന്താണെന്ന് അറിയില്ല, RCMന്റെ വിഷൻ അറിയില്ല, നമ്മുടെ മിഷൻ അറിയില്ല. അതറിയാവുന്നത് നമുക്ക് മാത്രമാണ്. അപ്പൊ ആ ഒരു മിഷൻ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ RCMൽ പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുക. 1 മിനിറ്റ് കളയാതെ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമാണ് നമ്മളെല്ലാവരും ആരാവുള്ളൂ? റോറിംഗ് ലയൺസ് ആവുള്ളൂ. അതായത് ഗർജിക്കുന്ന സിംഹങ്ങളാവണം. ഇന്നത്തെ ഈ ക്ലാസ്സിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ വരുന്ന മിഷൻ എഴുതി വെക്കുക, നിങ്ങളുടെ ജോയിനിങ്ങൾ കൂട്ടുക, അപ്പൊ നിങ്ങളുടെ ലീഡേഴ്സിന് റിപ്പോർട്ട് കൊടുക്കുക. സോ ദിസ് ക്ലാസ്, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കേട്ട ഓരോ വ്യക്തികളും ഒരു ഗർജിക്കുന്ന സിംഹങ്ങളായിട്ട് മാറട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ ആശംസിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ജയ് RCM, ഗുഡ് RCM, ബി റോറിംഗ് ലയൺസ്, ഗോ ഡയമണ്ട്. ജയ് RCM.